ശാസ്ത്രിയുടെ മരണശേഷം രാവിലെ സോവിയറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയായ KGB താഷ്കൻഡിലെ ശാസ്ത്രിയുടെ വില്ലയിൽ ജോലി ചെയ്തിരുന്ന പാചകക്കാരൻ അഹമ്മദ് സത്താറോവിനെ തടഞ്ഞുവെക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ശാസ്ത്രി വിഷം കഴിച്ചെന്ന ആരോപണം ഉന്നയിച്ചവരിൽ ഒരാളായിരുന്നു അഹമ്മദ് സത്താറോവ്. KGB ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. KGB സത്താറോവിനെ എന്തിന് ചോദ്യം ചെയ്തെന്നും പീഡിപ്പിച്ചെന്നുമുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, സത്താറോവ് ഉന്നയിച്ച സംശയത്തിനും KGB അദ്ദേഹത്തെ പീഡിപ്പിച്ചതിലും ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. താഷ്കന്റ് യാത്രയുൾപ്പെടെ ശാസ്ത്രിയെ അനുഗമിക്കുകയും മരണം സംഭവിച്ചതിന് പിന്നാലെ ശാസ്ത്രി താമസിച്ചിരുന്ന വില്ലയിലെത്തി സ്ഥിരീകരിക്കുകയും ചെയ്ത ഡോക്ടർ ചുഗും കുടുംബവും ശാസ്ത്രിയുടെ മരണം സംബന്ധിച്ച വിശദീകരണം നൽകുന്നതിന് പാർലമെന്ററി സമിതിയെ കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ട്രക്ക് അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഇവർ സഞ്ചരിച്ച കാറിൽ ട്രക്കിടിച്ച് ചുഗും ഭാര്യയും 2 ആൺമക്കളും കൊല്ലപ്പെടുകയും മകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ശാസ്ത്രിയുടെ വീട് സന്ദർശിച്ച രാംനാഥ് ശാസ്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില സ്ഫോടനാത്മകമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും അത് പാർലമെന്ററി സമിതിയെ കണ്ട് വെളിപ്പെടുത്തുമെന്നും ശാസ്ത്രിയുടെ ഭാര്യയോട് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് അദ്ദേഹവും കാറിടിച്ച് തൽക്ഷണം മരിക്കുന്നത്. ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം താഷ്കന്റിൽ വെച്ചോ ഇന്ത്യൻ തലസ്ഥാനത്ത് എത്തിച്ചപ്പോഴോ പോസ്റ്റ്മോർട്ടം നടത്തിയതുമില്ല. ഇതും സംശയകരമാണ്. ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം താഷ്കന്റിൽ വെച്ചോ ഇന്ത്യൻ തലസ്ഥാനത്ത് എത്തിച്ചപ്പോഴോ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നത് അതിശയകരമാണെന്നും ശാസ്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കുൽദീപ് നയ്യാർ തന്റെ ആത്മകഥയായ ബിയോണ്ട് ദ ലൈനിൽ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതെന്ന് നാളിതുവരെ വ്യക്തമല്ല. എന്തുകൊണ്ട് ശാസ്ത്രിയുടെ പോസ്റ്റ്മോർട്ടം താഷ്കന്റിലോ ഡൽഹിയിലോ നടത്തിയില്ലെന്ന ചോദ്യത്തിന് തനിക്ക് പോലും ഉത്തരം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ശാസ്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് താൻ വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷയ്ക്ക് ഒരൊറ്റ രഹസ്യരേഖ ലഭ്യമാണെന്നും അത് വിദേശ ബന്ധങ്ങളെ ബാധിക്കുമെന്നതിനാൽ നൽകാൻ കഴിയില്ലെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചതെന്നുമാണ് CISI ഓൺ സൗത്ത് ഏഷ്യയുടെ രചയിതാവ് അനുജ് ദർ പറയുന്നത്. 2019 മോദി സർക്കാരിന്റെ കാലത്തുൾപ്പെടെ സമർപ്പിക്കപ്പെട്ട വിവരാവകാശ അപേക്ഷകളിലും സമാനമായ മറുപടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നതെന്നത് ദുരൂഹത നിലനിർത്തുന്നു. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്നാണ് ശാസ്ത്രിയുടെ ജീവചരിത്രകാരനും താഷ്കന്റിലെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗവുമായിരുന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ CP ശ്രീവാസ്തവ പറയുന്നത്. 1966 ജനുവരി 10 വൈകുന്നേരം 4 മണിക്കാണ് ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനും താഷ്കന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. തുടർന്ന് അദ്ദേഹത്തിനായി സോവിയറ്റ് യൂണിയൻ ഒരുക്കിയ വില്ലയിലെത്തി. വൈകുന്നേരം മോസ്കോയിലെ ഇന്ത്യൻ അംബാസഡറുടെ പാചകക്കാരൻ തയ്യാറാക്കിയ ലഘുഭക്ഷണം കഴിച്ച ശാസ്ത്രി 11:30 ഒരു ഗ്ലാസ് പാല് കുടിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. പിന്നാലെ പുലർച്ചെ 1:25 ശക്തമായ ചുമയുമായി എഴുന്നേറ്റു. ശാസ്ത്രിയുടെ ഡോക്ടറായിരുന്ന ഡോക്ടർ AR ചുഗിനെ വിളിച്ചപ്പോൾ വളരെ അകലെയായിരുന്ന അദ്ദേഹം എത്തുമ്പോഴേക്കും ശാസ്ത്രി മരിച്ചിരുന്നു. പുലർച്ചെ 1:32 അന്ത്യം. ശാസ്ത്രിജിക്ക് മുമ്പ് 2 തവണ ഹൃദയാഘാതമുണ്ടായിരുന്നു. ഒന്ന് 1959 മറ്റൊന്ന് 1964 ജൂണിലും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ അപ്പോൾ സംശയമുണ്ടായിരുന്നില്ല, ശ്രീവാസ്തവ പറഞ്ഞു. ശാസ്ത്രിയെ ഭീഷണിപ്പെടുത്തുകയും സോവിയറ്റ് നേതാക്കൾ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി താഷ്കന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്ന ആരോപണം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും തെറ്റാണ്. ശാസ്ത്രി താഷ്കന്റ് പ്രഖ്യാപനത്തിൽ സ്വതന്ത്രമായി ഒപ്പുവെക്കുകയായിരുന്നു. വലിയ നേട്ടമാണുണ്ടായതെന്ന വികാരത്തോടെയായിരുന്നു അത്. എന്നാൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്താത്തതിനാൽ സംശയങ്ങൾ ജനിപ്പിച്ചു. ശ്രീവാസ്തവ പറയുന്നു. ശാസ്ത്രി വിഷം കഴിച്ചാണ് മരിച്ചതെന്ന ആരോപണത്തെ ഖണ്ഡിക്കുന്ന ശ്രീവാസ്തവ അദ്ദേഹത്തിന്റെ ശരീരം നീല നിറമായിരുന്നുവെന്ന വാദത്തിനും വിശദീകരണം നൽകുന്നുണ്ട്. മരണസമയത്ത് ശാസ്ത്രിയുടെ മുഖത്തിന്റെ നിറം ഒരു മാറ്റവുമില്ലാതെ സാധാരണ പോലെയായിരുന്നുവെന്നും ശരീരം എംബാം ചെയ്തതിന് ശേഷമാണ് മുഖം നീല നിറമായതുമെന്നുമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എ ലൈഫ് ഓഫ് ട്രൂത്ത് ഇൻ പൊളിറ്റിക്സിൽ ശ്രീവാസ്തവ എഴുതിയത്. പോസ്റ്റ്മോർട്ടം പരിശോധന ഒരിക്കലും നടത്തിയിട്ടില്ല. ഇത് ശാസ്ത്രിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയ്ക്ക് കാരണമായി എന്ന് പറയുന്ന ശ്രീവാസ്തവ
എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത് എന്നതിൻ്റെ കാരണവും വിശദീകരിക്കുന്നുണ്ട്. USSR ഡോക്ടർമാരുടെ സംഘവും പ്രധാനമന്ത്രിയുടെ സ്വന്തം ഫിസിഷ്യനായ ഡോക്ടർ ചുഗും മരണകാരണം സംബന്ധിച്ച് വ്യക്തവും കൃത്യവുമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. കാരണം ശാസ്ത്രിജിക്ക് മുമ്പ് 2 തവണ ഹൃദയാഘാതം ഉണ്ടായിരുന്നു എന്ന് ശ്രീവാസ്തവ പറയുന്നു. ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റ് സാഹചര്യങ്ങളും അന്നില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബവും പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിരുന്നില്ല. ശ്രീവാസ്തവ തുടർന്നു. ശാസ്ത്രിയുടെ മരണത്തിന് കാരണമായത് എന്താണെന്ന് പരിചാരകൻ രാംനാഥിന് അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം ശാസ്ത്രിയുടെ ഭാര്യയോട് തന്നെ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നുവെന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തിനാണ് പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ പറയാൻ കാത്തിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും ശാസ്ത്രിയുടെ മരണത്തിന്റെ ഗൂഢാലോചന തള്ളിക്കളയുന്നവർ ചോദിക്കുന്നുണ്ട്. 1959 ഹൃദയാഘാതം ഉണ്ടായതിനു ശേഷം ശാസ്ത്രി പൊതുവെ ക്ഷീണിതനായിരുന്നുവെന്നും ചിലപ്പോൾ ചലിക്കാൻ പോലും സഹായം ആവശ്യമായിരുന്നുവെന്നുമാണ് ഇത്തരക്കാർ പറയുന്നത്. ഇതിനിടയിൽ വന്ന ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ചെങ്കോട്ടയിലേക്ക് കയറാൻ ശാസ്ത്രിജിക്ക് ചെങ്കോട്ടയ്ക്ക് സമീപം ലിഫ്റ്റ് ഘടിപ്പിക്കേണ്ടി വന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യമെല്ലാം ശരിവെച്ചാൽ പോലും അയൽ രാജ്യവുമായുള്ള യുദ്ധം ഒത്തുതീർപ്പാക്കിയതിന് പിന്നാലെ ദുരൂഹമെന്ന് കരുതാവുന്ന വിധമുള്ള സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി മരിച്ചപ്പോൾ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്ന ചോദ്യം എല്ലാ വിശദീകരണങ്ങളുടെയും മേൽ ചോദ്യചിഹ്നമായി തന്നെ നിലകൊള്ളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിശദീകരണം വരാത്ത പക്ഷം ഇന്ത്യ നിലനിൽക്കുവോളം ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.